നമ്മുടെ നാട്ടിൽ പനി വന്നാലും പ്രകൃതി ദുരന്തം ഉണ്ടായാലും ഗർഭിണികൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാലും സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ ഓടിയെത്തുന്നവരാണ് ആശാ വർക്കർമാർ. കോവിഡ് കാലത്തടക്കം സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മളെ കാത്തുരക്ഷിച്ച ഈ സഹോദരിമാരുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയൊരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ഇവരുടെ ഓണറേറിയത്തിൽ ഒരു 3000 രൂപയുടെ വർധനവ് വരുത്തിയിരിക്കുന്നു. പക്ഷെ എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുത? ഇവർക്ക് ലഭിക്കുന്നത് സാലറി ആണോ അതോ ഓണറേറിയം ആണോ? കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു ഇവരുടെ അവസ്ഥ? കേന്ദ്രവും സംസ്ഥാനവും എങ്ങനെയാണ് ഇവർക്ക് പണം നൽകുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ആദ്യം തന്നെ ആരാണ് ഈ ആശാ വർക്കർമാർ എന്ന് നോക്കാം. ആശ എന്നാൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് അർത്ഥം. നമ്മുടെ സമൂഹത്തെയും പ്രാഥമിക ആരോഗ്യ സംവിധാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണിവർ. ഗർഭിണികളുടെ പരിചരണം ഉറപ്പാക്കുക, കുട്ടികൾക്ക് കൃത്യമായ സമയത്ത് പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തുക, കുടുംബാസൂത്രണം, പകർച്ചവ്യാധി പ്രതിരോധനം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ചുമതലകൾ. പനി, ഡയറിയ തുടങ്ങിയ ചെറിയ അസുഖങ്ങൾക്കുള്ള പ്രാഥമിക മരുന്ന് കിറ്റുകൾ ഇവരുടെ കൈവശമുണ്ടാകും. 2005 കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി തുടങ്ങിയത്. കേരളത്തിൽ ഇത് 2006-2007 കാലഘട്ടത്തിലാണ് സജീവമായത്. അതത് പ്രദേശത്തെ ഗ്രാമസഭകൾ വഴിയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ആ നാട്ടിൽ താമസിക്കുന്ന കുറഞ്ഞത് 10ാം ക്ലാസ് വരെയെങ്കിലും വിദ്യാഭ്യാസമുള്ള സ്ത്രീകളെയാണ് ഈ തസ്തികയിലേക്ക് പരിഗണിക്കുന്നത്. എന്നാൽ നിയമപരമായി നോക്കിയാൽ ഇത് സ്ഥിരം ഒരു സർക്കാർ ജോലിയല്ല, മറിച്ച് ഒരു വോളണ്ടിയർ സേവനമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നൽകുന്നത് സാലറി അല്ല, മറിച്ച് ഓണറേറിയമാണ്. നമുക്കിതിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ചരിത്രം കൂടി നോക്കാം. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആശാ വർക്കർമാർക്ക് കൃത്യമായ സംസ്ഥാന ഓണറേറിയം ഇല്ലായിരുന്നു. വെറും 1000 രൂപ മാത്രമായിരുന്നു അന്ന് ലഭിച്ചിരുന്നത്. അവിടെ നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് വർദ്ധിപ്പിച്ചു വന്നത്. ഫെബ്രുവരി 2024 ഓണറേറിയം 6000-ൽ നിന്നും 7000 ആക്കി. ഒക്ടോബർ 2025 സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാ വർക്കർമാർ നടത്തിയ 263 ദിവസത്തെ അതിശക്തമായ സമരത്തിനൊടുവിൽ പിണറായി സർക്കാർ 1000 രൂപ കൂടി വർദ്ധിപ്പിച്ചു. അതോടെ 8000 രൂപയായി. ജനുവരി 2026 ധനമന്ത്രി KN ബാലഗോപാൽ 1000 രൂപ കൂടി വർധനവ് പ്രഖ്യാപിച്ചു. അതോടെ ഇത് 9000 രൂപയായി മാറി. പക്ഷേ ഈ 9000 രൂപ എന്നത് തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു. തൊട്ടു പിന്നാലെ 2026 മെയ്യിൽ VD സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വരികയും അവർ തങ്ങളുടെ വാഗ്ദാനം അനുസരിച്ച് 3000 രൂപ കൂടി വർദ്ധിപ്പിച്ച് നിശ്ചിത തുക 12000 രൂപയാക്കി ഉയർത്തുകയും ചെയ്തു. ഇനി എല്ലാവർക്കുമുള്ള വലിയൊരു സംശയമാണ്, ഇവർക്ക് പണം നൽകുന്നത് ആരാണ്? ആശാ വർക്കർമാരുടെ വരുമാനം പ്രധാനമായും 2 സോഴ്സുകളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ UDF സർക്കാർ പ്രഖ്യാപിച്ച ഈ 12000 രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നും നേരിട്ട് നൽകുന്ന നിശ്ചിത ഓണറേറിയമാണ്. ഇത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി കേന്ദ്രം നൽകുന്ന തുകയാണിത്. ഇതിൽ പ്രതിമാസം 2000 രൂപയോളം വരുന്ന റുട്ടീൻ ഇൻസെന്റീവും അവർ ചെയ്യുന്ന ഓരോ ജോലിക്കും അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവും ഇതിൽ ഉൾപ്പെടുന്നു. ചുരുക്കത്തിൽ LDFന്റെ കാലത്ത് 8000 രൂപ ഫിക്സഡ് പേയും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരുന്ന ഇൻസെന്റീവുകൾ അടക്കം 10000 മുതൽ 11000 രൂപയാണ് ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ വർധനവോടെ ഇത് ഇനിയും ഉയരും. എന്തുകൊണ്ട് ഇവർക്കൊരു പെർമനന്റ് സാലറി ഇല്ല? ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ഒരു നിയമവശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആശാ വർക്കർമാരുടെ യൂണിയനുകൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ഒരു ആവശ്യമുണ്ട്. തങ്ങളുടെ സാലറി കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നോ നേരിട്ട് നൽകണമെന്ന്. കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്ന് പണം നൽകിയാൽ ഇവർ സ്ഥിരം സർക്കാർ ജീവനക്കാരായി മാറും. അതോടെ പെൻഷൻ, DA, മറ്റു ആനുകൂല്യങ്ങൾ ഇവർക്ക് നൽകേണ്ടി വരും. ഇത് ഒഴിവാക്കാനാണ് സർക്കാർ ഇവരെ ഹെൽത്ത് സൊസൈറ്റികൾ വഴിയുള്ള ഗ്രാന്റ് ഇൻ എയ്ഡായി നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ 3000 രൂപയിലുള്ള വർധനവും സംസ്ഥാന വിഹിതത്തിലെ വർധനവ് മാത്രമാണ്, അല്ലാതെ കൺസോളിഡേറ്റ് ഫണ്ടിലേക്കുള്ള മാറ്റമല്ല. ചുരുക്കത്തിൽ പുതിയ സർക്കാർ വരുത്തിയ ഈ ശമ്പള വർധനവ് ഏതാണ്ട് 26,000ഓളം ആശാ വർക്കർമാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. എങ്കിലും മിനിമം വേതനവും സ്ഥിരീകരണവും എന്ന ഇവരുടെ ആവശ്യത്തോട്
നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? സർക്കാരിന്റെ നടപടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.